ലോകത്ത് ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നോവലിസ്റ്റുകളിൽ ഒരാളാണ് ഹരൂക്കി മുറാകാമി. ജാപ്പനീസ് നോവലിസ്റ്റ് ഹരൂക്കി മുറാകാമിയുടെ നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് ടു ടെൽ ദ ടെയിൽ. വൺ തിങ് ഐ ഡു വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ഐ ആം when all is said and done a very ordinary person. ഹരൂക്കി മുറാകാമി എന്നത് ജപ്പാനീസ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലിസ്റ്റ് എഴുത്തുകാരൻ എന്ന നിലക്കാണ് ലോകത്താകെ തന്നെയും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. One night, my wife and I were trudging home with our heads down, too broke to make the bank payment that was due the next day, when we stumbled upon a crumpled pad of bills lying in the street. എല്ലാ വർഷത്തെയും സാഹിത്യ നൊബേൽ പുരസ്കാരത്തിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ, സാധ്യതാ ലിസ്റ്റ് വരുമ്പോൾ അതിനുണ്ടായിരിക്കുകയും എന്നാൽ നൊബേൽ പ്രൈസ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രമുഖ നോവലിസ്റ്റ് എന്നുകൂടെ അദ്ദേഹത്തെക്കുറിച്ച് സാഹിത്യം വായിക്കുന്ന ആളുകൾക്കറിയാം, ആകെ അറിയാം. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടില്ല എന്നതൊഴിച്ചാൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ ബാഹുല്യം എന്നത്, വായനക്കാരുടെ ബാഹുല്യം എന്നത് ലോകത്തെല്ലായിടത്തുമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഏത് ഭാഷയിലേക്കും, അത് സാഹിത്യ വായനക്കാരുടെ ഏത് ഭാഷയിലേക്കും വല്ലാത്ത തോതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള നോവലിസ്റ്റാണ് ജാപ്പനീസ് നോവലിസ്റ്റായുള്ള ഹരൂക്കി മുറാകാമി. അദ്ദേഹത്തിൻ്റെ നോവലുകൾ മലയാളമടക്കം ഇന്ത്യൻ ഭാഷകളിലേക്ക് കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും വലിയ തോതിൽ വായിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നോർവീജിയൻ വുഡ്, 1Q84, കാഫ്ക ഓൺ ദ ഷോർ എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള ഒട്ടേറെ നോവലുകളുണ്ട്. അത് കേരളത്തിലടക്കം വലിയ വായനാ സമൂഹമുള്ള ആളാണ് അദ്ദേഹം. ജാപ്പനീസ് നോവലിസ്റ്റ് ഹരൂക്കി മുറാകാമിക്ക് മുമ്പേ തന്നെയും വലിയ തോതിൽ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു സാഹിത്യ മേഖലയാണ് ജപ്പാനിലെ സാഹിത്യ മേഖല. ജപ്പാനിലെ വലിയ നോവലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. കെൻസാബുറെ ഓയെ, ഒപ്പം ഈ യൂക്കിയോ മിഷിമ തുടങ്ങിയ വളരെ പ്രശസ്തമായിട്ടുള്ള സാഹിത്യകാർ ഉണ്ടായിരിക്കുന്ന, പ്രത്യേകിച്ച് നോവലിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ സാഹിത്യത്തിൻ്റെ മേഖലയിലും അങ്ങേയറ്റം വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള വലിയ ആളുകൾ ഉണ്ടായിരുന്ന, എഴുത്തുകാരുള്ള ഒരു നാടാണ് ജപ്പാൻ. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന രീതികളെ തകിടം മറിച്ചുകൊണ്ട് വന്ന് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അതിവേഗത്തിൽ വന്ന ഒരാളെന്ന നിലക്കാണ് ഹരൂക്കി മുറാകാമിയെ ലോക സാഹിത്യ മേഖല വിലയിരുത്തുക. അതേ തുടർന്ന് പിന്നീട് അദ്ദേഹത്തിന് ശേഷമുള്ള പിൻഗാമികളായിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ ഹരൂക്കി മുറാകാമിയുടെ ട്രാൻസ്ലേഷനുകൾ ഇംഗ്ലീഷിലും അങ്ങനെ ലോകത്തെല്ലായിടത്തും വായിക്കപ്പെട്ടതോട് കൂടിയിട്ട് ഒരുപാട് എഴുത്തുകാർ കൂടെ പുതുതായിട്ട് പിന്നിലേക്ക് വന്നു. അതുകൊണ്ട് ഹരൂക്കി മുറാകാമി എന്നത് ജപ്പാനീസ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലിസ്റ്റ്, എഴുത്തുകാരൻ എന്ന നിലക്കാണ് ലോകത്താകെ തന്നെയും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് ഏറ്റവും പ്രശസ്തം. നോവലിസ്റ്റ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പട്ടം. പക്ഷേ അദ്ദേഹം ചെറുകഥാകൃത്ത് എന്ന നിലക്ക് വളരെ വലിയ കൗശലങ്ങളുള്ള, ആഖ്യാന രീതിയിൽ വളരെ വ്യത്യസ്തതകളുള്ള, അതിഗംഭീരമായിട്ട് കഥ പറയുന്ന ഒരു കഥാകൃത്ത് എന്ന നിലക്കൂടെ അദ്ദേഹത്തിൻ്റെ കഥകൾ വളരെ ഫേമസ് ആണ്.